നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താനുള്ള CPM സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്ത് തുടങ്ങി. മണ്ഡലം കമ്മിറ്റികൾ വഴി ജില്ലാ സെക്രട്ടറി ശേഖരിച്ച കണക്കുകൾ സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. LDF ഭരണം തുടരുമെന്നും ബേപ്പൂരിൽ ജയം ഉറപ്പെന്നും LDF സ്ഥാനാർത്ഥി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. BJPയും കോൺഗ്രസും എന്ത് ഡീൽ നടത്തിയാലും അതിനൊക്കെ മറികടക്കുമെന്നും PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ബേപ്പൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആവർത്തിക്കുന്നില്ല. ബേപ്പൂരിൽ മികച്ച വിജയം ഉണ്ടാവും. അങ്ങനെയൊന്നും ഒരു കൺസോൾട്ടേഷനും ഇല്ല. ഡെവലപ്മെന്റാണ് എല്ലാവരും ചർച്ച ചെയ്തത്. പിന്നെ പൊതു പൊളിറ്റിക്സും നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നതും പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് വിജ്ഞാപനം ഇറക്കിയതൊക്കെ തന്നെ മതനിരപേക്ഷ മനസ്സുകളിൽ നല്ല മതിപ്പ് LDF സർക്കാരിന് അനുകൂലമായിട്ടുണ്ട്. എന്ത് ഡീലുണ്ടെങ്കിലും UDFും BJPയും എന്ത് ധാരണയുണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കാനുള്ള ജനകീയ പിന്തുണ LDFിനുണ്ട്. ശ്രീധര വാർത്തകൾ ഒരുമിച്ച് എന്തുകൊണ്ടാണ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കാത്തത്? ഇപ്പോൾ പല സെക്രട്ടേറിയറ്റുകളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ അത്ര ഗുണകരമായ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ കൂടിയും വളരെ നേരിയ ഭൂരിപക്ഷത്തിന് മൂന്നാം ഊഴത്തിലേക്ക് എന്ന് തന്നെയാണോ ഒരു പൊതുവിലയിരുത്തൽ? സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമോ? അത് കഴിഞ്ഞു അറിഞ്ഞു. കാശ്മീർ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്നതിന് വേണ്ടി, ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് CPMന്റെ അല്ലെങ്കിൽ LDFന്റെ വിജയസാധ്യത എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി തന്നെയാണ് യോഗം ചേരുന്നത്. സെക്രട്ടേറിയറ്റിൽ യോഗം ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം കണ്ണൂരിലാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. MV ഗോവിന്ദന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ യോഗം പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പാണ് യോഗം ആരംഭിച്ചത്. എന്തായാലും മൂന്നാം ഭരണം LDF തുടരും എന്ന് തന്നെയാണ് നേരത്തെ വിലയിരുത്തിയിരുന്നത്. മണ്ഡലം കമ്മിറ്റി, അതായത് ബൂത്ത് അടിസ്ഥാന മണ്ഡലം കമ്മിറ്റികൾ അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റികളിലേക്ക് കണക്കെത്തുന്നു. ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. ആ സെക്രട്ടേറിയറ്റ് കണക്കുകളെല്ലാം തന്നെ വിലയിരുത്തും. നിലവിൽ എന്തായാലും LDF നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച തുടരും അല്ലെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഇന്നലെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഉൾപ്പെടെ ചേർന്ന് LDF ഭരിക്കും അല്ലെങ്കിൽ LDF ഭരണത്തിലെത്തും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തിയിരുന്നത്. 82, അതായത് 78 മുതൽ 85 വരെ സീറ്റിൽ LDF ഭരണത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ആ യോഗത്തിലും തീരുമാനമായി വന്നത്. എന്തായാലും വൈകുന്നേരം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കാശ്മീർ ഓക്കെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവിടെ പുരോഗമിക്കും. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാനപ്പെട്ട അജണ്ട. ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ അവിടെയുണ്ട്. അത് ഒന്നുകൂടി ടാബുലേറ്റ് ചെയ്ത് ഒന്നുകൂടി വിലയിരുത്തിയതിന് ശേഷം ഒരുപക്ഷേ സംസ്ഥാന സെക്രട്ടറി എന്താണ് കൃത്യം സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ എന്നൊരുപക്ഷെ മാധ്യമങ്ങളോട് പറഞ്ഞേക്കാം. വിലയിരുത്തൽ എന്താണെങ്കിലും അത് UDFന്റെയും LDFന്റെയും വിലയിരുത്തൽ എന്താണെങ്കിലും ജലത്തിൻ്റെ ഒരു വിലയിരുത്തലുണ്ട്. ജനത്തിൻ്റെ വിലയിരുത്തൽ നമുക്ക് 4-ാം തീയതി, അടുത്ത മാസം 4-ാം തീയതി മാത്രമേ അറിയാനും കഴിയൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.